കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വഴി വീരാജ്പേട്ട മടിക്കേരിയിലേക്ക് പോകുന്ന ലക്ഷ്മി ട്രാവൽസ് ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ലക്ഷ്മി ബസ്സിന് ഈയിടെയാണ് ഒരു അവാർഡ്, ഒരു അംഗീകാരം തേടിയെത്തിയത്. വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യാത്രാ മാർഗമാണ്. യാത്രക്കാരെല്ലാം വളരെ കൃത്യതയോടുകൂടി കാത്തിരിക്കുന്ന, അതുപോലെ തന്നെ സർവീസും ലഭ്യമാക്കുന്ന ഒരു ബസ് എന്നുള്ള നിലയിൽ യാത്രക്കാർക്ക് പ്രിയങ്കരമായ ഒരു ബസ്സാണ് ലക്ഷ്മി ട്രാവൽസ്. കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വഴി വീരാജ്പേട്ടയിലേക്കും കുട്ട, ഗോണിക്കുപ്പ, സിദ്ധാപുരം, മടിക്കേരി എന്നിവിടങ്ങളിലേക്കും അവിടങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള യാത്രക്കാർക്ക് ഏറെ സുപരിചിതമാണ് ലക്ഷ്മി ബസ്. കണ്ണൂർ ചെമ്പിലോട്ടെ PV കോരൻ നായർ 1970 തുടക്കം കുറിച്ച ബസ് സർവീസ് ഇക്കഴിഞ്ഞ ജൂൺ 2 അദ്ദേഹത്തിന്റെ 33ാം ചരമവാർഷിക ദിനമായിരുന്നു. 70 തുടങ്ങിയ ബസ് സർവീസ് നിരവധി യാത്രക്കാരുടെ അംഗീകാരവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിച്ച് മുന്നോട്ടു പോകുന്നു. കണ്ണൂരിൽ നിന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെടും. 8 മണി, 8:45, 9:30, ഉച്ചയ്ക്ക് 1:15 പുറപ്പെടും. റിട്ടേണ് 2:50, 4:10, പിന്നെ 1:05 മണിക്ക്. ഒരു വണ്ടി അവിടെ സ്റ്റേ വണ്ടിയാണ്, ഉച്ചയ്ക്ക് പോകുന്ന വണ്ടി. അത് രാവിലെ അവിടെ നിന്ന് 7:50 പുറപ്പെടും. 8 മണിയല്ല, 8 മണി പുറപ്പെടും. യാത്രക്കാരുടെ ഒരു പ്രതികരണം നല്ല യാത്രക്കാർ, നല്ല ഇത് തന്നെ, സ്ഥിരമുള്ള നല്ല അവസരമായ യാത്ര. അതെ 1970 അത് തന്നെ അതിനെ കൊണ്ട് നല്ല തന്നെ നല്ലവർക്ക്. ഞാൻ ചെറുതിലായി കാണുന്നില്ലേ. ഇക്കഴിഞ്ഞ ജൂലൈ 10 ശ്രദ്ധേയമായൊരു അംഗീകാരം ലക്ഷ്മി ബസ് സർവീസിന് ലഭിച്ചു. അഹമ്മദാബാദിലെ ഹെലിപാഡ് എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന ഭാരത് പ്രവാസ് 5 എന്ന പ്രോഗ്രാമിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച സ്വകാര്യ സ്റ്റേജ് കാരേജ് ബസ് ഓപ്പറേറ്റർ വിഭാഗത്തിൽ ഇങ്ങ് കണ്ണൂരിലെ ലക്ഷ്മി ബസ് റണ്ണറപ്പായി. കണ്ണൂരിൽ നിന്ന് ഇരിട്ടി, വീരാജ്പേട്ട, ഗോണിക്കുപ്പ, കുട്ട, വീരാജ്പേട്ട, സിദ്ധാപുരം, മടിക്കേരി ഉൾപ്പെടെ 6 ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ മറ്റുള്ള കാര്യത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കുറെ കാലങ്ങളായിട്ട് നല്ല സർവീസാണ്. കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് ബസ് പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് വഴിക്കാവുക, മറ്റുള്ള കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ യാത്രക്കാർക്കും ബുദ്ധിമുട്ടില്ല. മറ്റുള്ള വണ്ടികളാകുമ്പോൾ ഇടയ്ക്ക് വഴിക്കാവും. ഇതൊന്നും വഴിക്കൊന്നും ഇതുവരെ ആയിട്ടില്ല. യാത്രക്കാരോട് ഉത്തരവാദിത്തമുള്ള സർവീസ് തന്നെയാണ്. അതിനും യാതൊരു തർക്കമില്ല. യാത്രക്കാർ എല്ലാം നല്ല അഭിപ്രായമാണ്. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും കറക്റ്റ് ടൈമിന് ഇതിപ്പോൾ ഇന്ന് വണ്ടി സ്പെയറാണ് ഓടുന്നത്. എന്നുവെച്ചാൽ ട്രിപ്പ് മുടക്കമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്രക്കാരെല്ലാവരും കറക്റ്റ് സമയത്ത് നമ്മൾ വിളിക്കുന്നു, കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെ കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് 70 തുടങ്ങിയതാ. ചരിത്രം കുറച്ചൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഈ ബസ്സോട് എല്ലാവർക്കും ഒരു മതിപ്പാണ്, എല്ലാവർക്കും ഒരു നല്ലൊരു അഭിപ്രായവും. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പോയ ബസ്സാണ്, അന്നും കാണലുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ പണിയെടുക്കണമെന്നും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. 1970 കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വഴി കുട്ടയിലേക്കായിരുന്നു ലക്ഷ്മി ബസ് സർവീസിന് കോരൻ നായർ തുടക്കം കുറിച്ചത്. നിലവിൽ അദ്ദേഹത്തിന്റെ മകന്റെ മകൻ സനിൽ വാസുദേവനാണ് വിശ്വാസ്യതയുടെ പാരമ്പര്യം കൈമുതലാക്കി ലക്ഷ്മി ബസ് സർവീസിന് നേതൃത്വം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് ഇരിട്ടി വഴി വീരാജ്പേട്ട, അതുപോലെ മടിക്കേരി ഉൾപ്പെടെയുള്ള കർണാടകയിലെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സിലാണ്, ലക്ഷ്മി ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ലക്ഷ്മി ബസ് 1970 മുതലുള്ള സർവീസാണ്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ സേഫ് യാത്രയ്ക്ക് എല്ലാവിധ സംരക്ഷണവുമുള്ള ഒരു യാത്രയ്ക്ക് ഉറപ്പു നൽകുന്ന ഒരു ബസ് സർവീസ് എന്നുള്ള നിലയിൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഒരു ബസ് സർവീസാണ്. കുറേയേറെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടുമുള്ള കുറേയേറെ യാത്രക്കാർ നിത്യേന ആശ്രയിക്കുന്ന ഒരു ബസ് എന്നുള്ള നിലയിൽ നിരവധി അംഗീകാരങ്ങളും ഈ ബസ് സർവീസിനെ തേടിയെത്തിയിട്ടുണ്ട്. ലക്ഷ്മി ബസ്സിൽ നിന്ന്, ഇരിട്ടിയിൽ നിന്ന് നവനീതിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.